യെസ്. അപ്പോൾ എങ്ങനെയാ തുടങ്ങല്ലേ? So I'm back on my channel again as a new rebranding. Earlier my channel was Kavi Space, where I did all my book recommendations and things like that. Mostly book recommendations and books were my complete persona over there. എന്നാൽ ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ അത് മാത്രമായിരിക്കില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ എന്തൊക്കെയാണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത്, എന്താണ് എൻ്റെ യൂട്യൂബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ കുറച്ചൊക്കെ എൻ്റെ ലൈഫിലെ ബിറ്റ്സ് ആൻഡ് കട്ട്സും എല്ലാ കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇടാൻ പോകുന്നത് എന്ന് പറയുന്നതിന് മുമ്പേ ഐ തിങ്ക് ഐ മസ്റ്റ് ടെൽ യു വേർ വാസ് ഐ, വാട്ട് വാസ് ഐ ഡൂയിങ് ഓൾ ദീസ് ഇയേഴ്സ്. ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ സമയത്താണ് കൊറോണ വരുന്നത്. അപ്പോൾ ആ സമയത്ത് തൊട്ട് എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, വ്ളോഗിംഗ് ഒക്കെ തുടങ്ങി, പലവരുടെയും ചാനൽസ് കണ്ട് വന്നിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അതിൽ സംസാരിക്കാനോ ഒന്നും എനിക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്താണ്. പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയറിൽ ഐ തിങ്ക് സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയും ഞാൻ പുസ്തകങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു, അത് കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്നു. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയുണ്ട്. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 വരെ ഫുൾ A+ ലെവലിൽ നിന്നിരുന്നു ഞാൻ. ഡിഗ്രിയിൽ പെട്ടെന്ന് എൻ്റെ മാർക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്തു. അതിനുശേഷം ഐ ഹാഡ് ടു കം വിത്ത് ആൻ അക്കാഡമിക് കം ബാക്ക്. ആൻഡ് അത് കാരണം തന്നെ പലപ്പോഴും എൻ്റെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തുമായിരുന്നു. ഒരു കൺസിസ്റ്റൻസി ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. കാരണം എക്സാംസ് വരുമ്പോഴത്തേക്കും അതിലേക്ക് ശ്രദ്ധിക്കണം, അപ്പോഴത്തെ കണ്ടന്റ് അവിടെ ലാഗ് ചെയ്യുന്നു, അങ്ങനെ ഇൻകൺസിസ്റ്റൻസീസ് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഐ തിങ്ക് ഞാൻ എല്ലാം നിർത്തിയതുകൊണ്ട് എനിക്ക് ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഐ ഹാഡ് എ വെരി ഗുഡ് അക്കാഡമിക് കം ബാക്ക്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു ക്ലിപ്പിലൂടെ കാണിച്ചു തരാം. പേഴ്സണലി ഒരുപാട് സന്തോഷവും ഒരുപാട് സാറ്റിസ്ഫാക്ഷനും തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു ഇപ്പൊ നിങ്ങളെ കണ്ടത്. അതിനുശേഷം എൻ്റെ ലൈഫിൽ വന്ന സെക്കൻഡ് മേജർ ചേഞ്ച് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ, അതായത് എൻ്റെ എക്സാം കഴിഞ്ഞ ഒരു ആഴ്ചക്കുള്ളിൽ ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ എ സ്കൂൾ ആസ് എ ടീച്ചർ. വേറെ ഒന്നുമല്ല, പാലക്കാട് തന്നെയുള്ള സെയിന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂളിലാണ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 വർഷം കഴിയുന്നു. ഈ മാർച്ച് എത്തുമ്പോൾ 2 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. എൻ്റെ അക്കാഡമിക് ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ജോബ് ഓഫർ അവിടെ വരുന്നത്. ഞാൻ വെക്കേഷൻ ടൈമിൽ നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസിന് ട്രെയിനറായിട്ട് പോകാറുണ്ട്. അങ്ങനെ പോയതായിരുന്നു ഞാൻ സെയിന്റ് റാഫേൽസിൽ. അവർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ആന്റോ കെയിനി ഫാദർ തന്നെ എനിക്ക് ജോബ് ഓഫർ തന്നു. എന്നാൽ നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. കാരണം PGയും കഴിഞ്ഞ വീടും കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. വേറെ എന്തോ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. PhDക്ക് നോക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. സോ അങ്ങനെ ഇരിക്കെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ തള്ളിക്കളഞ്ഞില്ല. ആൻഡ് I chose to work there, or I must say St. Raphael's chose me. ഇനിയുള്ള ഷിഫ്റ്റാണ് ഒരു 1.5 ഷിഫ്റ്റ് ആയത്. 1.5 ചേഞ്ച് ആയിരുന്നു ലൈഫിൽ ഉണ്ടായത്. വേറൊന്നുമല്ല, ഐ ഗോട്ട് മാരീഡ്. ഹിസ് നെയിം ഈസ് മജീഷ് ആൻഡ് കറന്റ്ലി ഹി ഈസ് ഇൻ നോർവേ, ഐ ഗെസ്. മെർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ആൻഡ് ലൈഫ് ആഫ്റ്റർ മാരേജ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് എന്തൊക്കെയോ മാറ്റം ഉണ്ടായ പോലെ ഉണ്ട് ലൈഫിൽ. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ദ ഹോൾ മാരേജ് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, പിന്നെ മാരേജ്, പിന്നെ പോസ്റ്റ് മാരേജ്, എവറിത്തിങ് വാസ് ഫൺ. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡ്യൂറിങ് മാരേജ്. എല്ലാവരും മാരേജ് ഒക്കെ കുറേ തലവേദനയൊക്കെ ആയിട്ടാണ് പറയുക, ഭയങ്കര പണിയാണ്, അങ്ങനെയാണ്. എന്തോ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നിയില്ല. ഐ എം റിയലി ഹാപ്പി. സോ ടച്ച് വുഡ്, ഐ എം റിയലി ഹാപ്പി. അങ്ങനെ ഈ 3 മേജർ ഷിഫ്റ്റുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് എന്ത് പറയും? വലിയൊരു ചാലഞ്ചായിരുന്നു, വലിയൊരു ഡൗട്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ച് വെറുതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയപ്പോൾ എനിക്ക് തോന്നി ഐ ഷുഡ് ഡു സംതിങ് ദാറ്റ് ഐ എം വെരി ഗുഡ് അറ്റ്. ഞാൻ ഏറ്റവും നന്നായി ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഹെൽപ്പ് ചെയ്യുക? പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ അവർക്കൊരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അത്യാവശ്യം ക്ഷമയുണ്ട്. പഠിപ്പിച്ച് ഫലിപ്പിക്കാനുള്ള ലാംഗ്വേജും ഉണ്ട്. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിൽ പിന്നെയും കുറച്ച് പുറകോട്ടാണ്, എന്നാലും ശ്രമിക്കാറുണ്ട് ഞാൻ മാക്സിമം. ആൻഡ് അത് ചെയ്യാമെന്ന് ഞാൻ കരുതി. പിന്നെ സെന്റ് റാഫേൽസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ആയാലും പേരന്റ് കമ്മ്യൂണിറ്റി ആയാലും ടീച്ചർ കമ്മ്യൂണിറ്റി ആയാലും ഇവരൊക്കെ കുറച്ച് കൂടുതൽ എനിക്ക് അടുത്തറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന, ഇവർക്കെല്ലാം ബെനിഫിഷ്യൽ ആവുന്ന തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ
അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവർ യു ഷുഡ് റിമെമ്പർ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ എക്സാമിന് നല്ല രീതിയിൽ എഴുതാം, നല്ല മാർക്ക് മേടിക്കാം, എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതിപ്പോൾ പബ്ലിക് എക്സാം ആയാലും അല്ലാതെ നിങ്ങൾക്ക് സ്കൂളിൽ വരുന്ന ആനുവൽ എക്സാംസ് ആയാലും ഒരു ടീച്ചർ നിങ്ങളുടെ ആൻസർ ഷീറ്റിന് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഉടനെ തന്നെ. കാരണം അതൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ എപ്പോഴും പോവുക. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ തരികയാണ്, നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും ഒക്കെ നിങ്ങൾ ഇവിടെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വക കാര്യങ്ങളും എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ചാനലിൽ കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ പറയാനുള്ളത്. ഇനി മുന്നോട്ട് വരുന്ന വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യും. പിന്നെ ഈ വക കാര്യങ്ങൾ കൂടാതെ എൻ്റെ കോർ ഏരിയ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വരുന്ന ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ലൈക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആയാലും ഇന്റർവ്യൂ ട്രെയിനിങ് ആയാലും എങ്ങനെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും, എങ്ങനെ നിങ്ങളൊരു പബ്ലിക് സ്പേസിൽ സംസാരിക്കണം, പബ്ലിക് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് പോലുള്ള ടോപ്പിക്സും ഞാൻ ഇതിനകത്ത് കവർ ചെയ്യും. ചെറിയ ടിപ്സ്, ഹാക്സ് ആൻഡ് ട്രിക്സ് അത്രയൊക്കെ തന്നെ. കൂടുതൽ ഇൻഡെപ്തിലോട്ട് പോകണോ എന്നുള്ളതിനെ പറ്റി ഇപ്പം എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യമുള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ definitely subscribe to my channel so that you never miss a video from me. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കമന്റും ലൈക്കും ഷെയറും ഒക്കെയാണ് എന്നെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അധികം പ്രത്യേകിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീഡിയോ എടുക്കുന്ന കാരണം നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ടു ബിക്കം ഫ്രണ്ട്ലി വിത്ത് ദ ക്യാമറ. ബട്ട് യാ, ഇറ്റ് ടേക്സ് ടൈം. ഓവർ ടൈം അത് ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അലോങ് വിത്ത് യുവർ സപ്പോർട്ട്. So that's it. That's all about today's video. Stay healthy, stay happy, and stay hydrated. Okay, see you in the next video. Bye.